ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. Kannur കിച്ചൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റിയും വെറൈറ്റി ആയിട്ടുള്ള ഫ്ലവർ പോട്ട് ഷവർമയുടെ റെസിപ്പി ആയിട്ടാണ്. ഷവർമ ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു ഷവർമ തയ്യാറാക്കി നോക്കിയാലോ? അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണുക, സപ്പോർട്ട് ചെയ്യുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫ്ലവർ പോട്ട് ഷവർമ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ട് പിറകെ വരുന്ന ആ കുഞ്ഞു ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കൂ. അപ്പോൾ നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഈ ഷവർമ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് ഇതിൻ്റെ 2-3 സ്റ്റെപ്പുകൾ ചെയ്തെടുക്കണം. അതെന്തൊക്കെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് അല്പം ബീഫ് ഞാൻ വൃത്തിയായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡർ ഇവ ചേർത്തിട്ട് 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇതൊരു 4 വിസിൽ വരുന്നത് വരെ നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് വേവിച്ചതിന് ശേഷം ഇതിൽ വെള്ളം ഉണ്ടെങ്കിൽ ഇതിൽ വെച്ച് തന്നെ ഒന്ന് വറ്റിച്ചെടുക്കുക. അപ്പോൾ ബീഫ് ഞാനിവിടെ നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇത് തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ കുഞ്ഞ് ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്കിത് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ്. ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതിയാവും, അധികം പൊടിഞ്ഞു പോകരുത്. അപ്പോൾ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് പാനിലോട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ ചൂടായി വരുമ്പോൾ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് ഇതിലേക്ക് ഇട്ടിട്ട് നല്ല ക്രിസ്പി ആയി വരുന്നത് വരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഹൈ ഫ്ലെയിമിലിട്ട് കഴിഞ്ഞാൽ ബീഫ് പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ബീഫ് ഏകദേശം ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അടുപ്പിൽ നിന്നും മാറ്റി വെക്കാം. ഇത് ഞാനൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കൊരു ചമ്മന്തി തയ്യാറാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് തേങ്ങയിലോട്ട് 3 വെളുത്തുള്ളിയും 5-10 കാന്താരി മുളകും, അതുപോലെ 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ്, ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇവ ചേർത്തിട്ട് ഒരു ചമ്മന്തി തയ്യാറാക്കിയെടുക്കാം. ഇനി നിങ്ങളുടെ കയ്യിൽ കാന്താരി മുളക് ഇല്ലെങ്കിൽ പച്ചമുളക് ചേർത്താലും മതി. അപ്പോൾ നമ്മുടെ ചമ്മന്തി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് തയ്യാറാക്കാനുള്ളത് മയോണൈസാണ്. 2 എഗ്ഗ് വെച്ചിട്ടാണ് ഞാൻ മയോണൈസ് തയ്യാറാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ കുഞ്ഞു ജാറിലോട്ട് 2 എഗ്ഗ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 5-6 അല്ലി വെളുത്തുള്ളി, അതുപോലെ 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് ഇല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുത്താലും മതി. ആവശ്യമായിട്ടുള്ള ഉപ്പ്, ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഇവ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ മയോണൈസും ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു വെജിറ്റബിൾ മിക്സാണ് തയ്യാറാക്കേണ്ടത്. അതിനു വേണ്ടി 1 കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്, 1 കപ്പ് ക്യാബേജ്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യമായിട്ടുള്ള ഉപ്പ്, 3 ടേബിൾ സ്പൂൺ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മയോണൈസ് ഇവ ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ വെജിറ്റബിൾ മിക്സും ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഫ്ലവർ പോട്ട് തയ്യാറാക്കിയെടുക്കലാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് മൈദ നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്നത് പോലെ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കുക. ശേഷം ഇതുപോലെ പൂരിക്കൊക്കെ ഉണ്ടാക്കുന്നത് പോലെ കുഞ്ഞു കുഞ്ഞു ഉരുളകളായിട്ട് നമുക്ക് എടുക്കണം. ശേഷം നമുക്ക് പൂരിയൊക്കെ പരത്തുന്നത് പോലെ തന്നെ ചെറിയ ചപ്പാത്തിയുടെ രൂപത്തിൽ ഇതൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഇത് മുഴുവനും ഞാനിവിടെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഒരു സ്റ്റീലിൻ്റെ ഗ്ലാസ് എടുത്തിട്ട്
ഓരോ പൂരി എടുത്തിട്ട് ഇതുപോലെ നമുക്ക് വെച്ച് കൊടുക്കാം. ഫ്ലവർ പോട്ട് തയ്യാറാക്കാനാണ്. അപ്പോൾ ഇതുപോലെ വെച്ച് കൊടുക്കുക. ശേഷം നമുക്ക് ചൂടായ പാനിലോട്ട് ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഓയിൽ ചൂടായി വരുമ്പോൾ നമ്മൾ ചട്ടിയൊക്കെ ഇറക്കി വെക്കാൻ ഉപയോഗിക്കുന്ന ഈ ഇറുക്കി ഉണ്ടല്ലോ, അത് വെച്ചിട്ട് ഗ്ലാസ് ഒന്ന് പിടിക്കുക. ശേഷം നമുക്കിത് ഓയിലോട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇതൊന്ന് ഫ്രൈ ആയി വരുമ്പോൾ തന്നെ ഈ ഫ്ലവർ പോട്ട് ഓയിലോട്ട് ഗ്ലാസ്സിൽ നിന്നും വിട്ടു പോരും. ശേഷം നമുക്കിത് രണ്ട് വശവും നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് കോരി മാറ്റാം. ഇതുപോലെ ഞാൻ ചെയ്യുന്നത് പോലെ ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമുക്കിതുപോലെ മുഴുവനും ഞാനിവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഇനി ഇത് നമുക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഷവർമ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു ഫ്ലവർ പോട്ട് എടുക്കുക. അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, അതുപോലെ 1/2 ടേബിൾ സ്പൂൺ മയോണൈസ് ഇവ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് 1 ടേബിൾ സ്പൂൺ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ചമ്മന്തി ഇട്ട് കൊടുക്കാം. ഇതെങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. ഞാൻ ഇതുപോലെ ചെയ്യുന്നേ ഉള്ളൂ. അതിൻ്റെ മുകളിൽ 1 ടേബിൾ സ്പൂൺ ഫ്രൈ ചെയ്ത് വെച്ച ബീഫ് ചേർത്ത് കൊടുക്കുക. ശേഷം മുകളിലായിട്ട് നമ്മുടെ വെജിറ്റബിൾ മിക്സ് കൂടി വെച്ചിട്ട് ക്ലോസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഒരു ഫ്ലവർ പോട്ട് ഷവർമ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ബീഫ് മുകളിലായിട്ട് വെച്ച് കൊടുത്താലും അതുപോലെ ചമ്മന്തി മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്കിത് സെറ്റ് ചെയ്യാം. ഞാൻ ഇതുപോലെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഫ്ലവർ പോട്ട് ഷവർമ മുഴുവനും ഞാനിവിടെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. അതുപോലെ വെരി ടേസ്റ്റി ആയിട്ടുള്ള ഷവർമ കൂടിയാണ്. നിങ്ങൾ ഒരിക്കലെങ്കിലും ഇങ്ങനെ തയ്യാറാക്കി നോക്കണം. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടമാവും. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. അപ്പോൾ എൻ്റെ ഈ ഫ്ലവർ പോട്ട് ഷവർമ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്കും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. തുടർന്നുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് ആ കുഞ്ഞു ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്ത ശേഷം മുകളിൽ കാണുന്ന ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനിയും ഇതുപോലുള്ള വെറൈറ്റികളായ റെസിപ്പികളുമായിട്ട് ഞാൻ വീണ്ടും വരും. അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.